കണ്ടില്ലേ ആ പണിക്കാരൻ എവിടെ പോയി കിടക്കുക? നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇന്ന് കുളിപ്പിക്കേണ്ടത്. കുഴിച്ചു പോയില്ലേ? നീ പോടാണ്. ഓ ചെറുക്കന് പ്രായമുണ്ടല്ലോ അളിയ. ഇതന്നെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ. നീ നോക്കിയിട്ട് അതേ കണ്ടുള്ള കുഴപ്പം. നല്ല മുഖശ്രീ. കൊള്ളാവുന്നൊരു ദിവസമായിട്ട് എന്റെ വായിന്നൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. നമസ്കാരം. 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 മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിച്ചില്ല. പോയല്ലോ ചാർലി. ഓ പടാ ഇങ്ങോട്ട് അകത്തേക്ക് കയറാം. ഓ എന്താ? ഓ പോടി. അങ്ങോട്ട് ഇരിക്കാം. ഞാൻ ജെയിംസ് കുട്ടി, ചാർലിയുടെ ചേട്ടനാണ്. ചേട്ടനും അനിയനും പോയാൽ എന്താ? രണ്ടുപേരും കണ്ടാലേ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അയ്യോ ചേട്ടത്തിയേ ചുരം കയറി വന്നതാ. എല്ലാവർക്കും ദാഹമുണ്ട്. അല്ല, ഈ ചെറുക്കൻകുട്ടി വരുമ്പോ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ കാണണ്ടല്ലേ? പെണ്ണുങ്ങളെന്ന് പറയാൻ ആകെ കൂടെ ഉള്ളത് എന്റെ വൈഫാ. എവരെല്ലാം അങ്ങ് അമേരിക്കയിലല്ലായിരുന്നോ? നമ്മുടെ നാട്ടു നടപ്പും ചടങ്ങും ഒന്നും അവിടെ ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പ്യൂട്ടറാ. അതാരാ? അല്ല, അത് ഞാനും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇട്ടിച്ചായോ, നമുക്ക് കൊച്ചിനെ വിളിക്കാലോ അല്ലേ? ഭയങ്കര ഉഷ്ണം. ഏതായാലും നീ അവളെ ഒന്ന് വിളി. അതെ, ഇപ്പൊ വിളിക്കാം. അല്ല മാറി. ഈ മുളന്തുരുത്തേ ജുവല്ലേഴ്സ് എന്നൊക്കെ പത്രത്തിൽ കാണാറുണ്ട്. അവരുമായിട്ട് എങ്ങനെയാ? ഞങ്ങളൊക്കെ അല്ല, അതെ, മുളന്തുരുത്തേലല്ല, മുളന്തുരുത്തി ജുവല്ലേഴ്സ്. കൊടുക്കുമോളെ? അയ്യോ പേടിക്കാതെ മോളെ. എന്താ മോളെ പേടിക്കാതെ കൊടുക്കുമോ? പേടിക്കാതെ കൊടുക്കുമോളി. മോളെ, മോളി മോളു വിളിക്ക് പെങ്ങളെ മോളിയെ. നിനക്ക് ചെറുക്കന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട മോളെ. നീ എന്തിനാ കരയണേ? നിന്നെ വല്ലതും നിർബന്ധിച്ചോ? ഇതെന്തൊരു പെണ്ണാണ് ഇത്? എന്തൊരു ചെറുക്കനാടിയത്? നാത്തൊന്ന് ചുമ്മാ ഇരി. കല്യാണം ആലോചിക്കുമ്പോ ആദ്യം നോക്കേണ്ടത് കാഴ്ചക്കുള്ള പൊരുത്ത. അറിയാമോ എനിക്ക്? ചരട് പോലുള്ള എന്റെ പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയനെ? ചേടാ, അച്ഛന് പറഞ്ഞ ചെറുക്കനെ കൊണ്ടുവരാനൊക്കോ? അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്, അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. താൻ എന്റെ മോളമ്മയെ കണ്ടതല്ലേ? ഞാൻ മാത്രം കണ്ടാ മതിയോ? ചെറുക്കനും കൂടി കാണണ്ടായോ? മുട്ടിന് തൊടിയായും പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചിട്ട് മുട്ടുകാലിയാണ് ഓടിക്കും. ചേട്ടാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ ജിമ്മിൽ പോയിട്ടുണ്ട്, നല്ല ആരോഗ്യവാനാണെന്ന്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊരിച്ചാക്കാണോടാ? അതെ, ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ? കണ്ടു മോന്ത മാത്രമുള്ള ഒരു ഫോട്ടോ കൊടുത്തയച്ചത്. മോന്ത മാത്രം? ഫുൾ സ്കാർഫ് സൈസിലുള്ള ഫോട്ടോ അല്ലേടോ തന്നെ തന്നയച്ചത്? അത് ഡയറി കൊള്ളാത്തോണ്ട് കട്ട് ചെയ്ത് തലയും ഉടലും വേറെയാക്കി. എന്നിട്ട് ബാക്കി എവിടെ? ഞാൻ തിന്നിട്ടൊന്നുമില്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുക.
ആവശ്യപ്പെട്ട കൊടുക്കാൻ. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് ടീച്ചറിനോട് നിർബന്ധമായും ചോദിച്ചോ ഹോട്ടൽ എവിടെയാണെന്ന്? ചോദിച്ചോ? ഹലോ 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 ഹലോ, ആരാടാ? എടാ ഇത് ഞാനാ, ജെയിംസ് ഊട്ടി. കുട്ടിച്ചനാണോ? ആ കുട്ടിച്ച കുട്ടിച്ച നിന്റെ ചുമയൊന്ന് നിർത്ത് കഴിവറി. ഹലോ ഹലോ, എന്നാ കൊടുക്കുന്ന ചുമയാടാ? സോറി കുട്ടിച്ച, ഇന്നലെ ഇച്ചിരി ഫിറ്റായി പോയി. നീ ഞാൻ പറയുന്നത് കേക്ക്. നീ അത്യാവശ്യമായിട്ട് ഉടനെ ഇവിടം വരെ വരണം. പെണ്ണ് കാണാനാണോ? ഇവന്റെ എടാ, അമേരിക്ക വെച്ച് സാറയുടെ ആങ്ങളുടെ കാർ ആക്സിഡന്റ് ആയി. ഓ, അതങ്ങ് നന്നാക്കിയാ പോരായോ? നിന്റെ കാര്യം എടാ, അവരെല്ലാം ആശുപത്രിയില്ല. രവിയേട്ടന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാ. ആ പിന്നെ ഞങ്ങള് രാവിലത്തെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പുറപ്പെടുക. പിള്ളേരെ കൂടെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റുമോ? നീ ഉടനെ ഇങ്ങോട്ട് വരണം. അത് ശരിയാവോ കുട്ടിച്ച? പിന്നെ സാറാമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം. സത്യം, കർത്താവാണ് സത്യം. കുട്ടികളൊക്കെ നിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക, എപ്പോഴാ വരുന്നേന്ന്. സത്യം. ആയപ്പണിക്കൊരാള്, കാവൽക്കാരൻ അല്ലേ? എടാ മോനെ, നീ എന്റെ പിള്ളേരുടെ ചിറ്റപ്പനല്ലേ? ഞാനില്ലെങ്കിൽ അവരുടെ കാര്യം നോക്കണ്ടത് നീയല്ലേ? അല്ലേ? അയ്യോ, പിന്നെ അത് ഞാനാ. അപ്പൊ നീ എങ്ങനെ വരും? നടന്നു വരാനാണെങ്കിൽ ഒത്തിരി സമയം പിടിക്കും. അതുകൊണ്ട് കാറേ വരാം. ഉറപ്പാണേ? എടാ സംഗതി സീരിയസാ, നീ ഉറയും കളയരുത്. രാവിലെ 8 മണിക്കാ ഞങ്ങൾക്ക് മദ്രാസ് ഫ്ലൈറ്റ്. നാളെ രാത്രിയാണോ അതോ മറ്റന്നാ? എടാ പുണ്ണാക്കാ, നീ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങെത്തണം. ഓക്കേ? അങ്കിളാ വരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. ഓടി അപ്പുറത്ത്. ഇതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? ആ, ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വഷളാക്കി വെച്ചിട്ടുണ്ടല്ലോ. my God, who are you? നിങ്ങൾ ആരാ? ചാക്കോ, ചാലി ചാക്കോ. എന്ത് വേണം? കുട്ടിച്ചന്റെ ജെയിംസ് ഊട്ടിയുടെ വീട് അല്ലേ? അയ്യോ ഇതല്ല, ആ വീടാ. ഓ, ഐ ആം സോറി.
ജൂലി സ്റ്റോപ്പ് ഇറ്റ്. ജൂലി സ്റ്റോപ്പ് ഇറ്റ്. ഏയ് ചന്ദ്രൻ, പട്ടിയെ പിടിച്ചേ. സോറി. എടാ ചാർലി, ഇങ്ങോട്ട് നോക്കേ. എങ്ങോട്ട് പോകാൻ? ഇവിടെ എവിടെ? സാറേ സാറേ, വീട് അവിടാണ്. അവിടെ പിടിച്ച് അയ്യോ, അത് വഴിയല്ല, കുഴി. അയ്യോ സാറേ, അത് വഴിയല്ല, കുഴിയാ. വഴി വഴി തെറ്റി എഴുതിട്ട് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ട, അല്ല അവന്റെ മുഖത്ത് ടോർച്ചടിക്കാണല്ലോ. ഇങ്ങോട്ട് നോക്കാൻ. എവിടെ ഇവിടെ മേലോട്ട് നോക്കാൻ. എവിടെ? മേലോട്ട്. ആകാശല്ലേ? ചാർലി, ഹലോ. ഷോ, അവിടെ ലുക്ക് ആ ടെറസിന്റെ മുകളില്. ഇവിടെ. ആഹാ, കുട്ടിച്ച. വരുന്നതാ. ഇറങ്ങി വരട്ടടാ. ഞാൻ ഇവിടെ. അയ്യോ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. ഞാനിപ്പോ ഡയറ്റില്ല. അതെ, എടാ ഉപ സത്യം പറഞ്ഞ നിന്നെ കാണുന്നവരെ ഞാൻ മുള്ള നിൽക്കായിരുന്നു. നീ എന്നാ ഈ നോക്കുന്നേ? അല്ല, മുള്ളുകൊണ്ട് ചോര ഒഴുകുന്നില്ലല്ലോ. തമാശ പറയാൻ കേട്ട നേരം. എന്നതാടാ ഇത്? മുയൽ, റഷ്യ മുയൽ. നേരത്തെ കാരണം വെക്കാതെ. നീ വണ്ടി ഓടിച്ച് വല്ല ക്ഷീണിച്ചോ? ഞാൻ ഓടിക്കുന്നിട ഇച്ചിരി ഉറങ്ങുകയൊക്കെ ചെയ്യും. ഉറങ്ങിയോ? ഒരു കട്ടൻ അടിക്കണോ? കട്ടൻ. എടുത്തേ, എത്ര നാളായി കണ്ടിട്ട്. എന്തുകൊണ്ട് വിശേഷം? അവിടുത്തെ മൂടോട്ടായിരിക്കുക. അതെ, ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തിനാ മൂഡ് ഔട്ട്? നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് കുളിച്ച് ഫ്രഷ് ആകും. എന്റെ കുട്ടിച്ച ഇട്ട് വളർത്താതെ. രാവിലെ 8 മണിക്ക് മദ്രാസ് ഫ്ലൈറ്റ് പോവാൻ നോക്ക്. നീ അങ്ങോട്ട് ഇരിക്കെ. നിന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്. ഒന്ന്, പിള്ളേരുടെ ഫീസ് കൊടുക്കണം, പാലിന്റെ കാശ് കൊടുക്കണം, ഗ്യാസിന്റെ പേയ്മെന്റ് നടത്തണം. അത് തീർച്ചയായിട്ടും നടത്താം. പച്ചുകടയിലെ കാശ് കൊടുക്കണം. കൊടുക്കാം. ഇതിനൊക്കെ നിന്റെ പൈസ ഉണ്ടോ? ഈ എന്നെ എവിടെ കാശ്? പിന്നെങ്ങനെ കൊടുക്കുന്നത്? അല്ല, ഇത് കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നൊരു എക്സ്പെരിമെന്റ്. അങ്ങനെ ഇയാള് വലിയ എക്സ്പെരിമെന്റ് ഒന്നും നടത്തണ്ട. ഒപ്പിട്ട് 5-6 ലീഫ് ഉണ്ട്. അതെ, ഒപ്പിട്ട ഒരു ലീഫിങ് എന്നാ മതി, ഞാൻ എഴുതിയെടുത്തോളാം. അങ്ങനെ എല്ലാം കൂടെ എടുത്ത് വീട്ടിൽ വെച്ചാലേ കള്ളം കേറും. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങള്? വിശേഷമൊക്കെ പറയാൻ നിന്നാലേ ഫ്ലൈറ്റ് അങ്ങ് പോവും. കുട്ടിച്ചാൻ പോയച്ചാ ഒത്തിരി ഉണ്ട് പറയാൻ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അമേരിക്ക ചെല്ലുമ്പോഴേ നല്ല പുഷ്ടിയുള്ള മതാമോലും എല്ലാരും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ആലോചിച്ച. മമ്മയുടെ മറിയാച്ചിയല്ലേ? നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എയർപോർട്ടിൽ പോണ്ടേ? അത് ഞാൻ ഓടിച്ചോളാം. വണ്ടി വണ്ടി ജോണിയുടെ വീട്ടിലിട്ടോളാം. നീ ഇങ്ങോട്ട് ഇറങ്ങ. അങ്ങനെ ഇറങ്ങാൻ പറഞ്ഞ ബ്രേക്കിലാണ് കാര്യം. ഇറങ്ങണ്ട ചാർലി, സമയം പോയി. നിന്നെ വിളിച്ചതേ വണ്ടി ഓടിക്കാനല്ല, വീട് നോക്കാനാ. ഈ ടയറില് കാറ്റ് കുറവാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്റെ പൊന്നു മനസ്സിലല്ലേ. നോക്കിയാ മതി, അത് കാര്യം പറഞ്ഞതേ ഉള്ളൂ. വന്നാട്ടെ. ആയമ്മേ, കാര്യങ്ങളൊക്കെ നോക്കണേ. ഓ പോയിച്ചുമാ. മമ്മി ചെന്നുടനെ വിളിക്കണേ. വിളിക്കാം മോളെ. വിഷ് യു എ ഹാപ്പി ജേർണി. മാന്തിക്കൊണ്ടിരുന്നോടി, ആങ്ങളെ എടുത്ത് അവിടെ ചാകാൻ കിടക്കുന്നു. മോനെ നോക്കണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ ബൈ. ഗുഡ് നൈറ്റ്. അയ്യോ എന്റെ അമ്മച്ചിയെ. ഇത് എന്തൊരു വളഞ്ചാക്കടാ. ഓ അയ്യോ.